എന്താവാ നല്ല വേദനയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാളെയും കല്ല് വെച്ച് എറിയരുതെന്ന്. എറിഞ്ഞ എന്ത് വേദനയാണെന്നറിയാമോ? അത് കൊള്ളുകയും ചെയ്യും മേത്ത്. സോറി ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി നീ പോയി ചിണുങ്ങാതെ പോയി റെഡിയാവാൻ നോക്കിക്കേ. നിനക്ക് എന്താ പറഞ്ഞു? ഡാഡി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പോണ്ടാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തോ അമ്മ പറഞ്ഞു, സത്യം പറ. അമ്മ പറഞ്ഞാണ് പറയാതെയാണോടി ഞാൻ. കഷ്ടമുണ്ട് ഡാഡി. എന്താ തക്കിളി മോളെ, ഡാഡി നിന്നെ കൊണ്ടുപോകില്ല എന്നല്ല പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരുമിച്ച് ടൂറ് പോകാം. നീ വലിയ കൊച്ചാണ്, അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ടൂറൊന്നും പോകണ്ട. നമ്മളൂടെ പോകുമ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂർ പോകുമ്പോഴത്തേനും മക്കൾ രണ്ട് കൂട്ടുകാരികളെയും കൂടി വിളിച്ചോ. തക്കിളി മോളെ, നീ നിന്ന് ചിണുങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ഡാഡി സമ്മതിക്കില്ല. കുറച്ച് പൈസ ആ പൈസയുടെ തന്നെയല്ലേ ഡാഡിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ അതോ? ഡാഡിക്ക് എന്ത് കുഴപ്പം? നിന്നെ പോലെ തന്നെ ഞാനും വളർന്നത്. ഇങ്ങനെ ഓരോ പിള്ളേർ ഓരോന്ന് പറയും, അല്ലെങ്കിൽ സ്കൂൾ ഓരോന്ന് പറയുമ്പോഴത്തേനും അതിനനുസരിച്ച് തുള്ളാനൊന്നും പറ്റൂല. ഇതിപ്പോ പഠിക്കാനല്ലേ ഞാൻ പോണത്. അയ്യോ അതൊന്നും പറയണ്ട. അതിന്റെ മോള് പറ്റിക്കണത്. പഠിക്കൊന്നും നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. ടൂർ പോയി പഠിക്കണ്ട. അത് കുഴപ്പമില്ല, പിള്ളേരോട് പറഞ്ഞാൽ മതി. ടൂർ പോയി നിനക്ക് എന്താടി കൊച്ചെ പറഞ്ഞാ മനസ്സിലാവത്തെ? പോയി റെഡി ആയിക്കപ്പോ. പറഞ്ഞു ഡാഡി സമ്മതിക്കൂല. ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞ. നീ എവിടെ തന്നെ നിന്നോ, അവിടെ തന്നെ നിന്നോ. ഞാൻ ഇറങ്ങി. ഇതെന്താ ഇത്ര നേരത്തെ പോണേ? നേരത്തെ പോണതാ? എനിക്ക് MLA കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്ന. MLA എന്നെക്കാളും തിരക്കുള്ള ആളാ. അകേര എന്നെ നോക്കി നിൽക്കൊന്നുമില്ല. അതിനാ MLA എഴുന്നേറ്റ് വരട്ടെ. നീ എന്താ ഈ പൊതുപ്രവർത്തകരെ കുറിച്ച് വിചാരിക്കണേ? അയാളൊക്കെ 5 മണിക്ക് എഴുന്നേക്കുന്ന ടീമാ. ഇതെന്ത് സ്കൂൾ? ഇതെന്ത് പോവാതെ ഇങ്ങനെ നിൽക്കണേ? അവിടെ എന്താണ്ടൊക്കെ പറയണ്ട്. ചോദിച്ചു നോക്ക് എന്താന്ന്. ഡാഡി, ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് പോയില്ലേ? ഡാഡി പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? അന്വേഷണ സ്ഥലത്തായില്ലേ? നമ്മൾ ഒരുപാട് പഠിച്ച് ഞാൻ ഡാഡി അടുത്ത് പറഞ്ഞൊക്കെ തന്നെ. ഈ വർഷം അങ്ങനെ ട്രിപ്പ് വന്നു ഡാഡി. പഠിക്കാനുള്ളത് ഈ വർഷം കുറച്ചുകൂടെ ഉണ്ട് പഠിക്കാൻ. നെയ്യാർ ഡാമിൽ പോയി പഠിക്കാനല്ലേ മക്കളെ? അവിടെ പാർക്കിലും പിന്നെ മുതലയും ബോട്ടും അല്ല, പ്രകൃതി ഭംഗിയെ കുറിച്ച് നെയ്യാർ ഡാമിലെ പ്രകൃതി ഭംഗിയെ കുറിച്ച് നീ പഠിക്കാനെന്ന് അത് വേണ്ട. ഡാഡിയോട് എന്ത്? അതെ, ഇപ്രാവശ്യം ആ പഠിക്കാനുള്ള ടൂറ് മോള് പോണില്ല. അത് പോണ്ട, അതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. നീ പറഞ്ഞില്ലേ ഒന്ന് അവളുടെ അടുത്ത്? എന്താന്ന് ഉണ്ടായത്? ഓഹോ, 250 രൂപയല്ലേ ഉള്ളൂ അല്ലേ മോളെ? 250 രൂപയ്ക്ക് 250 രൂപ തന്നെ വേണം കേട്ടോ. അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളെ ആരായാലും പൈസ ഉണ്ടാക്കണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. കള്ളം പറയല്ലേ ഡാഡിയെ, ഉണ്ടായിട്ട് എനിക്ക് തരാതിരിക്കല്. ഡാഡിയുടെ പോക്കറ്റിൽ പൈസ ഞാൻ കണ്ടല്ലേ? അതെ, അത് പാർട്ടി ഫണ്ടിന്റെ പൈസ. അത് പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതാ. അല്ലാതെ ഡാഡിക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചെലവാക്കി എനിക്ക് 250 രൂപ ചെലവാക്കില്ലേ? തക്കളി, ചെറിയ വായിൽ വലിയ വർത്താനം കൂടുന്നുണ്ട് കേട്ടാ. അതെങ്ങനെ? തള്ളയെ കണ്ടല്ലേ ഓരോന്ന് പഠിക്കുന്നത്. തള്ളനെ കണ്ട് എന്ത് പഠിച്ച്? എന്താ പഠിക്കാത്തത്? എന്റെ മാത്രം കൊച്ചൊന്നുമല്ല, നിങ്ങളുടെ ചോരയത്. എടി, ചോര എന്റെ ആണെങ്കിലും കിടന്നത് 10 മാസം നിന്റെ വയറ്റിലല്ലേ? നിന്നെ കൊണ്ടു കിടന്നപ്പോ ഉള്ള എല്ലാം നിന്റെ ചിന്തയും നിന്റെ പ്രവൃത്തിയും അതെല്ലാം കേട്ട് തന്നെയാണ് ഇവളിങ്ങനെ ആയത്. അതെ, ഇത് എന്റെ കുടുംബ പ്രശ്നം. അത് ഞാനിവിടെ അങ്ങ് പരിഹരിച്ചോളാം. സാറിന്റെ ആവശ്യമില്ല. ഞാൻ ഈ കുടുംബത്തുള്ളതല്ലേ? നിങ്ങളൊക്കെ കുടുംബക്കാര് തന്നെയാണ് ഈ പെണ്ണിനെ എത്രയും വഷളാക്കിയത്. കൊഞ്ചിച്ച് ലാളിച്ച് വേറും ഒരു വകയും പറഞ്ഞ കേൾക്കാതെ അനുസരണ ഇല്ലാതെ ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലോ. ഒന്നായാലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാണ്. എന്താ പ്രശ്നം? ഇപ്പൊ എന്താണ്? എനിക്ക് ഇത്ര മാത്രം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ആവശ്യത്തിന് അവള് പൈസ ചോദിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ വേണ്ട. അതിനിങ്ങനെ കിടന്ന് പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നം സൗത്ത് കൊറിയ ഒരു മിസൈൽ ട്രംപിന് അയച്ചു. അപ്പൊ ട്രംപിന് ആ മിസൈൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ വലിയ മിസൈൽ അയക്കാമോ എന്ന് ചോദിച്ചു. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. പറ്റുമെങ്കിൽ നീ ഒരെണ്ണം വലുത് അയച്ചോണ്ട് ട്രംപിന്. തക്കളിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കളി വളർന്ന് വേറും കഴുതയാവുക. എന്ത്? ഒന്നല്ലെങ്കിൽ ആ പോയ മനുഷ്യൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇവള് മനസ്സിലാക്കണം. ഇത് രണ്ടുമില്ല. അവിടെ നിന്നോ, നീ സ്കൂളിൽ പോണ നേരം ആകുമ്പോഴത്തേനും വിളിച്ചോണ്ട് വാ. അപ്പൊ അതാണ് കാര്യം. എന്നാ അപ്പൊ ടൂറിന് പോകേണ്ടത്? ഈ ആഴ്ച എപ്പോഴെങ്കിലും ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കറക്റ്റ് ആയിട്ട്? എന്ത് നമ്മള് പൈസ കൊടുക്കണം? എത്ര രൂപ പറഞ്ഞേക്കണേ? 250 രൂപ ഉള്ളൂ. കൂടുതൽ 250 രൂപ വേണ്ടേ മക്കളെ? അപ്പൊ ഡാഡി എന്ത് പറഞ്ഞു?
ഡാഡിന്റെ പൈസ ഒക്കെ ഇന്നലെ ഞാൻ കണ്ട് ഡാഡിനെ പോകട്ടെ പൈസ. സങ്കടപ്പെടല്ലേ നീ, കാര്യം പറഞ്ഞാൽ മതി. പക്ഷെ ഡാഡി തരണില്ല അമ്മ. കാണൂലായിരിക്കും. പിന്നെ മാത്രമല്ല മക്കളെ, ഈ പറഞ്ഞ കണക്ക് നമ്മള് ഈ ഒറ്റയ്ക്ക് ഇനിയിപ്പം പണ്ടൊക്കെ മക്കളെ ഒറ്റയ്ക്ക് വിടുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോ വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഡാഡി എനിക്കൊന്നും ഒന്നും ചെയ്തു തരൂല. ഞാൻ എന്ത് ചെയ്യാത്ത കേൾക്കും. ഒന്നും ചെയ്യുന്നില്ല ഇപ്പോ? കഴിഞ്ഞ വർഷം ടൂറിന് വിടാന്ന് പറഞ്ഞു. ഇപ്രാവശ്യം പറഞ്ഞപ്പോ ഡാഡി നമുക്ക് ടൂറിനൊക്കെ പോവാം. മെഡിക്കേറ്ററിക്ക് നല്ല മെഡിക്കേറ്ററി കേട്ടാ. ഒന്ന് പൈസ ഉണ്ടായിട്ട് എനിക്ക് തരായിരുന്നത്. അതിന് പൈസ ഒന്നും കാണൂല. ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അടിക്കാന്നും പറഞ്ഞു എന്നിട്ട് ഒലക്കൊക്കെ അടിക്കണമെന്ന്. അതൊക്കെ തമാശ പറയണല്ലേ. എനിക്ക് വിഷമമായി. അങ്ങനെ ഒലക്കൊക്കെ അടിക്കുമോ? ആരെങ്കിലും ഒലക്കൊക്കെ അടിക്കുമോ? എങ്കിൽ ആടെ ഡാഡി അച്ഛൻ മാമ ഇടിച്ചു കൊല്ലും. ഇടിക്കട്ടാ? എന്താ? അപ്പൊ അങ്ങനെ ഒന്നും വിഷമം വിചാരിക്കും കേട്ടാ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളിപ്പോ കൃത്യം റെഡി ആയുള്ള സമയമായിട്ട് വരുന്നുണ്ട്. പോവാൻ പറ്റും എനിക്ക്. പോവാന്ന് ഉറപ്പല്ലേ? പിന്നെ കരണ്ടല്ലോ. ഇത് കഴിഞ്ഞില്ല ഇതുവരെ. എഴുന്നേറ്റ് നീ ഇങ്ങോട്ട് സ്കൂൾ വണ്ടി പോകുന്നു. പേര് കൊടുക്കട്ടെ. പേര് കൊടുത്ത മക്കള് മാമല്ലേ എന്ത് മുടി ഇങ്ങനെ? കെട്ടിട്ടുണ്ട്. പോ വേഗം ആവട്ടെ. കണ്ണടച്ചിട്ട് പോ. നമുക്ക് ടൂറിന് പോകാം കേട്ടാ. വല്ലപ്പാടി ഒരു ടൂർ പോകുമ്പോ പിള്ളേർക്ക് ഓടുന്നത് വിട്ടൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞു. നീ ഇങ്ങനെ കൊഞ്ചിക്കല്ലേട്ടാ പെണ്ണിനെ. ഒന്നല്ലടി ഉള്ളത്. അവിടെ ഇരുന്നിരുന്നൊരു കാര്യം പറയുമ്പോ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ എന്താണ് പിന്നെ ഒരു അച്ഛനും അങ്ങനെ പറയണതിനൊന്നും തുള്ളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നാളെ അത് ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ലോകം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അവള് പറഞ്ഞത്. അവളെ കൂട്ടുകാരില്ല അവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാന്ന് പറഞ്ഞപ്പോ അവള് നല്ല ഫ്രണ്ട്സിനോട് പോകുമ്പോൾ വേറൊരു സുഖമാണ്. അത് ശരിയല്ലേ? ഇപ്പൊ നമ്മള് അങ്ങനല്ലേ, കൂട്ടുകാരുടെ പോകുമ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. എനിക്കറിയില്ല, എന്നെ എന്റെ ആങ്ങളെയും വിട്ടിട്ടില്ല, എന്റെ അച്ഛനും വിട്ടിട്ടില്ല. ഇനിയിപ്പോ അതുപോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതോടെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് ഓരോ കാലം കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. ആ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ പിള്ളേരെ പഠിപ്പിക്കും. നാളെ അവളെ മക്കളെ അവളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും. അമ്മ എന്തേ? അമ്പലത്തിൽ പോയി. അമ്മ അവളോട് അമ്പലത്തിൽ പോയി. ശരി, ഞാൻ ചെല്ലട്ടെ എന്നാ. ആ പെണ്ണ് കരഞ്ഞു ചോദിച്ചുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ഇനിയിപ്പോ ഇത്